ഇന്ത്യ പോവാണ്. നമ്മൾ ഒരാളെ സെറ്റാക്കി വെച്ചിരിക്കണം. ആരെ നോക്ക്. ഇതാണ് മോനെ ആലിസൺ. കുറച്ച് പൈസയും കൂടെ മതി. നിങ്ങൾക്ക് കുറച്ച് മാച്ചും കാണാം, നമുക്ക് കുറച്ച് വീഡിയോസ് വിടാം. നിങ്ങൾ പിന്നെ ലൈക്കും ഷെയറൊന്നും ചെയ്യണല്ലോ കേട്ടോ. ചെയ്യൂ, സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. നമ്മൾ വെറുതെ വീഡിയോസൊക്കെ ഇടണം, ഓരാരും സപ്പോർട്ടും ചെയ്യൂല. എന്തിനു പിന്നെ നമ്മൾ വീഡിയോസ് ഇടണേ? ഒരു സപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കണ്ട് നമ്മൾ വീഡിയോസ് ഇടും. ഇത് നിങ്ങൾ കണ്ടിക്കണ അറിയില്ല. നമുക്കൊരു ആളെ കിട്ടിയേക്കണം. നമ്മുടെ പന്തില്ലോനെ നോക്കി നോക്ക്. ഓഫ് സൈഡ് എന്താ ഇതൊക്കെ. ഇതാരനാക്ക് എംബാപ്പെ സീനാണ്. നമ്മളൊരു മാച്ചാണെങ്കിൽ മറ്റേ ഓൺലൈൻ കളിക്കാം. ഞാൻ ഇപ്പോൾ ഇത് കളിക്കണ പൈസ ഇതിലാണ് കിട്ടുക. മറ്റേതിൽ വെച്ച് 21, 20, ഇതിൽ 50, 45, ഏറ്റവും കുറവ് 33. നിങ്ങൾ കയ്യേ എന്തൊരു ഗോളടിക്കുന്നത്. ഈ വീഡിയോ ഇട്ടുണ്ട് കുറച്ച് മുമ്പ് ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തു. അതിൽ ഞാൻ എംബുമോനെ എംബുമോനെ ഫസ്റ്റ് ഇറക്കിയപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയ, എന്നിട്ട് 6 ഗോൾ അടിച്ചു. ഫസ്റ്റ് ഹാഫിൽ വെറും 1 ഗോൾ, സെക്കൻഡ് ഹാഫിൽ 7 ഗോൾ, ടോട്ടൽ 8. അതിൽ 6 എംബു. ഒന്നും പറയാ സീന. നിങ്ങൾ കിട്ടുക. ഞാൻ ഗ്രൈൻഡ് ഉണ്ടാക്കിയതാ. ഞാൻ എത്ര വെയിറ്റ് അറിയാം എനിക്ക് വേണ്ടിയുണ്ട്. 2000 എത്ര ആക്കി, 300 400 400 തോന്നുന്നു. അത്ര ആക്കി ഗ്രൈൻഡ് ചെയ്ത വേർത്തെന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും മെച്ചം, എന്തെങ്കിലും. ഇപ്പം ഞാനിപ്പോഴറിയാം ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കുറച്ചും കൂടി അടിപൊളി പറഞ്ഞാൽ അടിപൊളി. നമുക്ക് കളി കാണാം. കുറെ നേരെ ആ കോൺസെൻട്രേഷൻ തെറ്റുക. ഞാൻ പറഞ്ഞില്ല എംബുമോനുണ്ടെങ്കിൽ മോനെ എംബാപ്പെ സീനുണ്ട്. നിങ്ങൾക്ക് അറിയില്ല എംബാപ്പൻ്റെ സ്പീഡ് അടിപൊളിയാണ്. ഓൺലൈൻ കളിക്കാൻ മസ്റ്റ് ട്രൈ. ഓൺലൈൻ കളി ഇങ്ങനെ ഗോൾ ചാന്തി. ഈ എംബുമോന് പവർ, എംബുമാൻ്റെ ഷോട്ട്, എംബാപ്പൻ്റെ അതേ എംബുമാൻ്റെ അതേ സ്പീഡും ഷോട്ടിൻ്റെ സ്പീഡും ഒരേതാ. നമ്മളിപ്പോൾ ഇങ്ങനെ അതുണ്ട്. പിന്നെ നമ്മുടെ യോക്കറൊന്നും പ്രശ്നമല്ല കേട്ടോ, എല്ലാവരും സെറ്റാണ്. ഇപ്പം ഞാൻ നോക്കണം എൻ്റെ ഗോൾ കീപ്പറിനെ ഒന്നും കൂടി അടിപൊളിയാക്കാനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ഗോൾ കീപ്പർ 86 അപ്ഗ്രേഡ് ചെയ്ത്. നിങ്ങൾക്ക് ലാഗ് ഉണ്ട്, നല്ല ലാഗ് ഉണ്ട് ഗൈസ്. അതാണ് ഞാൻ മറ്റേത് കളിക്കാത്തത്.
ജുവ ക്യാൻസലോ ഇപ്പോൾ ജുവ ക്യാൻസലോ കിട്ടി. നമ്മളിങ്ങനെ ഇടയിൽ ഇതാണ് പ്രശ്നം. എല്ലാവരുടെയും വൺ ടച്ച് തീരെ പോരാ. എന്ത് പന്ത് കിട്ടിങ്ങാണ്ട് മാറിപ്പോയി. പിന്നെ നമ്മൾ വലിയ യൂട്യൂബറൊന്നുമല്ല, അതാണ് ഞങ്ങൾ കട്ട് ചെയ്യാത്തത്. നിങ്ങളെല്ലാം കേട്ടോ. നമ്മൾ എന്താ എന്ത് പൊട്ടത്ര വരികയാണെങ്കിലും നിങ്ങൾ കേൾക്കും. ഇല്ല നമുക്കറിയാം. നല്ല കോമഡിയാണ് ഇതൊക്കെ കേട്ടോ. നിങ്ങൾ മസ്റ്റ് അൽവാർസ് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ മറ്റേ ഇത് കാണാൻ സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട, അൽവാർസിനേക്കാൾ എത്രയോ നല്ലതാണ്. പക്ഷെ നമ്മളെപ്പോഴും പറയാം അൽവാർസിനെ നമ്മൾ വിൽക്കൂല കേട്ടോ. എന്താ നിങ്ങളിപ്പോൾ ചോദിക്കണ്ട, കാരണം അൽവാർസിനെ വിറ്റാൽ പിന്നെ എങ്ങനെ നമ്മൾ അൽവാർസ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ്. അൽവാർസ് ഒറ്റക്ക് ഇരിക്കണ്ടായിരുന്നു, നമുക്ക് ആരുമില്ല. അപ്പം അൽവാർസിനെ വിൽക്കുക പറഞ്ഞൊരു മോശം. ഇനിയും കുറച്ച് വേണം. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ആരെയും വാങ്ങാൻ കഴിയില്ല. ഇവിടെ എന്തൊക്കെ ക്ലെയിം ചെയ്യണ്ടല്ലോ. ഇതെല്ലാം ഞാൻ നേരത്തെ ക്ലെയിം ചെയ്തേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലോ 50. ഗൈസ് 600ആയി. ഇനി എത്ര വേണം? ഇനി വേണമല്ലോ 350, 360. നിങ്ങൾക്ക് ഫ്രണ്ട് ഇന്നൊരു ബെറ്റാക്കാം. നാളെ 4 മണിക്ക് കോഡെന്താ അറിയാം? കോഡ് HAB. നിങ്ങൾ കയറുമോ? അല്ല, കോഡ് 123 എങ്ങനെയാണ് ആക്കുക? 801. കോഡ് 801 കേട്ടോ. നാളെ കയറണം. ആരെ ഫസ്റ്റ് കയറണ ഓൾക്ക് നമുക്ക് കളിച്ചാൽ ഒന്നിച്ച് കളിച്ചാൽ 108. അപ്പം എന്താണ് 108 കേട്ടോ. 108 4 മണിക്ക്. 4 മണിക്ക്. പിന്നെ UAE 4 മണി. UAE 4 മണി പറഞ്ഞാൽ അവിടുത്തെ ഇന്ത്യത്തെ UAE 4 മണി പറഞ്ഞാൽ ഇന്ത്യത്തെ 5:30 കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ 5:30 ഇന്ത്യത്തെ 5:30, UAE 4 മണി. നിങ്ങൾ കയറുമോ? ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം കേട്ടോ. അതിൽ ജയിക്കുന്നവർക്ക് വന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ഞാൻ ജയിച്ചു എന്ന്. ഓനെ ഞാൻ പിന്നെ ഉണ്ടാവും. നാളെ മാത്രം കേട്ടോ. അത് കഴിഞ്ഞങ്ങാണ്ട് വന്നങ്ങാണ്ട് പറയരുത്. നാളെ പറഞ്ഞാൽ ഇന്ന് 25-ആം തീയതി, ഒക്ടോബർ 25-ആം തീയതി. നിങ്ങൾ വരണം കേട്ടോ. വന്നില്ലെങ്കിൽ പിന്നെ എന്ത് മോശമായി. നിങ്ങൾ വന്ന മോനെ അടിപൊളിയാക്കാലും. നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും, അറിയില്ല. നിങ്ങൾ വരൂലേ? വന്ന സെറ്റാക്കാരും നമുക്ക് രണ്ടുപേർക്ക് അടിപൊളിയായി കളിക്കാം.
അത് മാത്രമല്ല അത് ഞാൻ വീഡിയോ എടുക്കും. വേണ്ട ലൈവ് ഇടണോ? വേണ്ടല്ലേ. ലൈവ് വേണ്ട. എന്തത് ലാഗ്. നാളെ ഞാൻ ലൈവ് ഇടും കളിക്കണ. എന്നിട്ട് ആ ലൈവിൽ വന്ന് പിഞ്ചി ഞാൻ അയക്കണം കേട്ടോ. ഞാൻ പിൻ ചെയ്യാം. എടാ ഊണിതാ പോണോ? ജോക്കുറസ് എംബുമോൻ. എംബുമോൻ ഡ്രിബിളുകളും സെറ്റാ. വേണ്ട ഓന് ഓമ്പിപ്പിച്ചു. ഈ ഗോൾ കീപ്പർ എനിക്ക് സെറ്റാക്കാൻ മറ്റാണ്. അതെങ്ങനെ ഓഫ് സൈഡ് നോക്കണല്ലോ. ഓ അങ്ങനെ ഓഫ് സൈഡ്. ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ചു. പിന്നെ ഗോൾ കീപ്പറിന്റെ കയ്യമ്മ തട്ടിയും കണ്ടല്ലേ. എന്നിട്ട് ഇങ്ങനെ അത് ഓഫ് സൈഡ് ആവണം. അല്ലെങ്കിൽ ഗോളായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴേ പറയുകയാണ്, നിങ്ങൾക്ക് നല്ലൊരു ടീം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ കളിച്ചാൽ മതി. എങ്ങനെ ഓൺലൈൻ കളിക്കണ്ട. ഫസ്റ്റ് നല്ലൊരു ടീം ഉണ്ടാക്കുക, എന്നിട്ട് ഓൺലൈൻ കളി. ഞാനങ്ങനെ കളിച്ചു കണ്ട് tier 20 നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത അവിടെ നിന്ന് ഞാൻ tier 6 കിടക്കെത്തി. എന്നിട്ട് ഞാൻ 8 പിന്നെ എത്തി. ഇപ്പം എന്താ അറിയില്ല, എംബുമോന് വന്ന ഉടനെ 6 8 അപ്പം നിങ്ങൾ വിചാരിക്കും എംബുമോൻ രസം ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, ആരും യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആദ്യം തൊട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ ടെക്നിക്സ് ഒക്കെ അറിയാം. ഇപ്പം ഞാൻ 2 CF ഓടാത്ത CF ഓൾഡ് ഒരിതിൽ കളിക്കുമ്പോൾ എംബുമോനൊരു യൂസും ഇല്ല. അതാണ് അങ്ങനെ പറയുന്നത്. എന്ത് 4-0 4 10 റേറ്റിംഗ് എംബുമോന്. 54 ഞാൻ പറഞ്ഞത് നല്ലതെന്ന്. ഇതിലിപ്പോൾ കരിയറാ ഇതൊക്കെ എങ്ങനെ 150. ഇനി കുറച്ചും കൂടി മതി. എന്നെ ഡിജോങ്ങിനെ കൊണ്ടൊന്നും കണ്ടു കൊണ്ട് കുറച്ച് ഗോൾ അടിക്കാൻ കഴിയാൻ നോക്കട്ടെ കേട്ടോ. ഡിജോങ് എവിടെ? ഡിജോങ്ങിനെ നമുക്ക് ഫ്രണ്ട് വെക്കാം. നോക്കാം. പർമ്മ എന്തൊക്കെ പേരല്ലേ. എടാ സാക്ക വിട്ടെടുക്കല്ലേ. എടാ ഡിജോങ് പൊട്ട. എടാ ഡിജോങ് എങ്ങനെ ഇവനെ കൊണ്ട് പറ്റണം? എനിക്കറിയില്ല എങ്ങനെ ഡിജോനെ കൊണ്ടതൊക്കെ. ഗോൾ കീപ്പർ ഡിജോങ് ഇവനെ കൊണ്ട് ഇവനെന്നെ വന്നല്ലോ. നല്ല ഷോട്ടിൽ ഗുഡ് ട്രൈ. എംബുമോൻ എടുക്ക്.
എടാ ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതെന്താ എക്സ്ചേഞ്ചാ? ഒരു ഗോൾ നമ്മൾ അടിച്ചെന്ന് വെച്ചാൽ ഡീജോങ് അല്ല അടിച്ചേ. അവിടെ ഗോൾ കീപ്പർ എന്ത് ഗോൾ കീപ്പറാടാ? നമ്മളിങ്ങനെ ഗോൾ കീപ്പർ വരും ഡീജോങ്, അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് അടിച്ചാൽ മതി. അങ്ങനെ കോർണർ അടിക്കുമ്പോൾ ഗോൾ കീപ്പർ വരുന്ന രീതിയിൽ അടിച്ചാൽ മതി. അവിടെ ഡീജോങ് ഞാൻ FC കളിച്ചിട്ടേ അതിൻ്റെ കൺട്രോൾസും കൂടി ഇതിൽ ഉപയോഗിക്കും. പക്ഷെ അത് വർക്ക് ആവില്ല. അപ്പം ഞാൻ നമ്മളിങ്ങനെ പോയി അടിച്ചു വിട്. എടാ മണ്ണ ഒരു ഗോളെങ്കിൽ ഒരു എടാ ഡീജോങ്ങിന് എന്താ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ ഡീജോങ് എന്തായാലും അടിക്കണമെങ്കിൽ അടിക്കട്ടെ. ആഡ് പണ്ടാരം FC മാതിരി ആക്കി വന്നത്. FC-ലാണെങ്കിൽ ആഡൊന്നും വരുന്നില്ല. FC DLS-നേക്കാൾ നല്ലതാണ് ഞാൻ പറയണില്ല. FC നല്ല നെറ്റിലെ ആൾക്കാർക്ക് അടിപൊളി കളിക്കാം. നമുക്കൊന്നും പറ്റില്ല. പിന്നെ നമ്മളെ കളിച്ചാൽ പിന്നെ വലക്കി വണ്ടി താടാ എമ്പുവാൻ കൊടുത്തേ. ഇതെന്ത് 2-5 കിലോമീറ്റർ ബാക്ക് എന്നൊക്കെ തലോണ്ട് പാസ് കൊടുക്കണം. ആ സത്യം പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഒരു ഗോളെങ്കിലും അടിച്ചല്ലോ. ഒരു ഗോളെങ്കിലും അടിക്കടാ. നമുക്ക് കിട്ടണ്ട 150. എന്താണ് അയ്യേ ഓമ്പി 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 ഓമ്പിയേ ഓമ്പിയേ ഡീജോങ് അപ്പുറത്ത് കോട്. എത്ര ഡീജോങ് പിഞ്ചോടായല്ലോ. അടിപൊളി നൈസ്. പോണ മുമ്പെങ്കിലും എന്ത് ഇതിങ്ങനെ ഡീജോങ് ഒറ്റ ഗോൾ അടിച്ചു കണ്ട് മുങ്ങിയാണ്. ഇല്ലല്ല എടാ എന്ത് പണിക്കോട്ട നമുക്ക് അടങ്ങൾക്ക് എടാ ഞാനിവിടെ പട്ടി സ്പീഡ്. ലാസ്റ്റ് അത് ഫൗളല്ല. ഞാൻ അവിടെ വണ്ടി ഡീജോങ് അടുത്ത രണ്ടാമത്തെ ഗോൾ.
ഡിജോക്ക് ഒരു ഗോളും കൂടി ബെർണാബേ ആരാ മാൻ ഓഫ് ദ മാച്ച്? ഡിജോക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടി. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നൊരു 50 കൂടി എത്ര വേണം? ഓ ഇന്നൊരു 62 ഇതിലുണ്ടാക്കുന്ന 62 കളിയാണ്. എന്താ പൊട്ടണ? ഓർമ്മിച്ചൊക്കെ 108 നിങ്ങളത് ഓർമ്മിച്ചേക്കണേ. 108 ഇന്ന് കമൻറ്റ് ചെയ്യും. 108 നിങ്ങൾ കമൻറ്റ് 108. ഓ ഓനെ പാസ് എടുത്തും കണ്ടോ? ഓനെന്നെ കൊടുക്കും. കണ്ടില്ല.